എടാ ഞാനും കുറേ തന്നെ കണ്ടുകൊണ്ട് ജസ്റ്റ് ഒരു പെണ്ണ് ലൈഫിലോട്ട് കയറി വന്നപ്പോൾ തൊട്ട് അവന്മാരുടെ അത്രയും നാളുണ്ടായിരുന്ന പ്രയോറിറ്റീസ് എല്ലാം മാറ്റി വെച്ച് അത് അവന്മാരുടെ കൂട്ടുകാരാകട്ടെ വീട്ടുകാരാകട്ടെ അല്ലെങ്കിൽ അവന്മാരുടെ ലൈഫിൽ സെറ്റ് ചെയ്ത് വെച്ച ഏറ്റവും വലിയ ഗോൾസ് ആകട്ടെ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് അവളാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി. അവൾക്കായിരിക്കും ഏറ്റവും ആ ഒരു ഫസ്റ്റ് പ്ലേസ് കൊടുക്കുന്ന എല്ലാ കാര്യത്തിനും. എന്ത് പറഞ്ഞാലും അവൾ മാത്രമേ ഉള്ളൂ, അവളെ കഴിഞ്ഞിട്ട് ബാക്കി എന്ത് ഉള്ളൂ എന്നും പറഞ്ഞ് നടക്കുന്ന കുറേ എണ്ണത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ യുവന്മാരെല്ലാത്തിനെയും കാണുമ്പോൾ എൻ്റെ മനസ്സിലാകെ വന്ന ഒറ്റ സാധനം, അവനെന്ത് വാണം, അവൻ വെറും വാണമാണ്. എൻ്റെതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. കാരണം ഞാൻ ഒരു തൊറ്റക്കാരൻ ചോദിക്കാം, ഇപ്പോൾ നീ ഈ ഗേൾ ഫ്രണ്ടാണ് അല്ലെങ്കിൽ എല്ലാം ആണെന്നും പറഞ്ഞ് കൊണ്ടു നടക്കുന്ന ഈ ഒരു പെണ്ണ്, അവൾ നിൻ്റെ ഒപ്പം ജീവിതകാലം മൊത്തം ഉണ്ടാകും എന്നുള്ളൊരു ഗ്യാരണ്ടി പോലും നിനക്കില്ല. നീ ഇപ്പോൾ നിൻ്റെ ഈ ഫസ്റ്റ് പ്രയോറിറ്റിയാണ്, അവൾ കഴിഞ്ഞിട്ട് എല്ലാം ഉള്ളൂ എന്നും പറഞ്ഞ് കൊണ്ടു നടക്കുന്ന ഈ ഒരു സാധനം ഇവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോയി 1-2 വർഷം കഴിയുമ്പോഴത്തേക്കും നിന്നെ കളഞ്ഞിട്ട് പോകത്തില്ലെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല അവളെ നിനക്ക്. അതാണ് നിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അവളെ കഴിഞ്ഞിട്ട് നീ ബാക്കിയെല്ലാം ഉള്ളൂ, അവളാണ് ആ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി, ബാക്കിയെല്ലാം ആ ഒരു സെക്കൻഡറി ആണെന്നുള്ള രീതിയിൽ നീ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കൂടിപ്പോയി 1-2 വർഷം കഴിയുമ്പോഴത്തേക്കും നീ ചെന്ന് നിൽക്കാൻ പോകുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ നീ ഫസ്റ്റ് പ്രയോറിറ്റി ആണെന്ന് പറഞ്ഞ് നീ കൊണ്ടുപോകണം ഈ ഒരു ഇത് നിനക്കുണ്ടാകാൻ പോകുന്നില്ല. നിൻ്റെ ലൈഫിൽ ബാക്കി നിനക്ക് ആവശ്യമുള്ള ഒരു സാധനം, നിൻ്റെ കൂട്ടുകാരാകട്ടെ നിൻ്റെ വീട്ടുകാരാകട്ടെ നിൻ്റെ ലൈഫിൽ നിനക്കുള്ള ആ ഒരു ലക്ഷ്യങ്ങളാകട്ടെ, ഇത് നിനക്കുണ്ടാകാൻ പോകുന്നില്ല. എൻ്റെ ആ ഒരു ഇതിലാണ് നീ ചെന്നെത്താൻ പോകുന്നത്. ഞാനിപ്പോൾ നിൻ്റെ അടുത്ത് പറയാൻ കാര്യം, ഞാനും എൻ്റെ കുറേ കൂട്ടുകാരന്മാരുടെ ഇടയിലാണെങ്കിലും ഇങ്ങനെ കുറേ എണ്ണത്തിനെ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഒരു പെണ്ണ് കയറി വരുമ്പോഴത്തേക്കും അവൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതായത് ഫ്രണ്ട്സുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈമിനേക്കാളും കൂടുതൽ ഫ്രണ്ട്സുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ടൈം അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അവൾക്കാണ് എപ്പോഴും ആ ഒരു ഏറ്റവും കൂടുതൽ ആ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത്, ഏറ്റവും കൂടുതൽ ആ ഒരു പ്രിഫറൻസ് കൊടുക്കുന്നത്. അത് എനിക്ക് പേഴ്സണലി നിൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ബട്ട് എനിക്ക് ജസ്റ്റ് വെറും വേസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം നിനക്കൊട്ടും ഗ്യാരണ്ടീഡ് അല്ലാത്തൊരു സാധനത്തിന് വേണ്ടിയിട്ട്, അതായത് അവൾ നിൻ്റെ ഒപ്പം ജീവിതകാലം മൊത്തം ഉണ്ടാകുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. കാരണം നീ കല്യാണം കഴിച്ച് ഭാര്യയായിട്ട് ഒപ്പം നടക്കുന്ന പെണ്ണിൻ്റെ ഒപ്പം അല്ല നീ കാണിക്കുന്നത്. ജസ്റ്റ് ഒരു പ്രപ്പോസൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ഞാൻ നിൻ്റെ ഗേൾ ഫ്രണ്ടാണ്, നീ എൻ്റെ ബോയ് ഫ്രണ്ടാണ്, ആ ഒരു ഇതിൽ ആ ഒരു ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് ഗ്യാരണ്ടീഡ് അല്ലാത്ത റിലേഷൻഷിപ്പിനെ പുറത്താണ് നീ എന്തോ ഭയങ്കര വലിയ ഇതാണെന്നും പറഞ്ഞ് അവർ കമ്മിറ്റ്മെൻറ്റ് കാണിച്ച് നടക്കുന്നതെന്ന് പറയുന്നത്. അതിന് കുറേ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ബ്രേക്കപ്പ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ജീവന് തുല്യം സ്നേഹിച്ച ആളാണ്, എല്ലാം കൊടുത്ത് ഞാൻ എല്ലാം ചെയ്ത് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അവിടെ നിൻ്റെ മിസ്റ്റേക്കാണത്. കാരണം അതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഗ്യാരണ്ടി അല്ല. കാരണം ആ ഒരു ലൈഫ് ലോങ് ആയിട്ട് ഉള്ളൊരിത് നീയും അവളും തമ്മിൽ ഉണ്ടായിട്ടില്ല. നീ അത്രയും പ്രയോറിറ്റി കൂടി എന്നുണ്ടെങ്കിൽ അത് നിൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ്. നീ വാണമായി പോയതുകൊണ്ടാണ് അത്ര ഇത് വരുന്നത്. മനസ്സിലാക്ക്. ഞാൻ എൻ്റെ ആ ഒരു പേഴ്സണലായിട്ടുള്ള ഇതാണ് പറയുന്നത്. എൻ്റെ മനസ്സിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതിനെപ്പറ്റി എപ്പോൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും ഞാൻ കുറേ തന്നെ കാണാറുണ്ടായി, ഞാൻ ഹൈകരിച്ച് വരുന്ന കുറേ ആണ്. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളതാണ്, നിൻ്റെ വീക്ക്നെസ്സാണ്, നിൻ്റെ മനസ്സിൻ്റെ ആ ഒരു മനക്കട്ടിയില്ലായ്മ, നിൻ്റെ ആ ഒരു വീക്ക്നെസ്സാണ് അത് കാണിക്കുന്നത്. ജസ്റ്റ് ഏതെങ്കിലും ഒരുത്തി ഇട്ടിട്ട് പോകുമ്പോഴത്തേക്കും അവിടെ തന്നെ എല്ലാം കഴിഞ്ഞ് ഇനി ജീവിതം ഇല്ല, ഇതാണെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് മൂങ്ങി പിഴിഞ്ഞ് കിടക്കുന്ന കുറേ ആണുങ്ങൾ. ഖുറാനത്തിൻ്റെ കാര്യം എനിക്ക് എൻ്റെ കൂട്ടുകാരിൽ ചിലവന്മാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പെണ്ണ് വന്നു, അവൾക്ക് ജിം ഇഷ്ടമല്ല, അവൾക്ക് വർക്കൗട്ട് ചെയ്യുന്നവന്മാരെ ഇഷ്ടമല്ല, അധികം മസിൽ ഇഷ്ടമല്ല, അതുകൊണ്ട് ജിമ്മിൽ പോക്ക് നിർത്തി. എന്താ പറയണ്ട? ജസ്റ്റ് ഏതെങ്കിലും ഒരുത്തി നിൻ്റെ ലൈഫിലോട്ട് കയറി വരുമ്പോഴത്തേക്കും നിൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പ്രയോറിറ്റീസ് നീ സാക്രിഫൈസ് ചെയ്ത് അവളെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നീ നശിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഏറ്റവും ആദ്യം നീ മനസ്സിലാക്കും, ഓക്കെ നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവൾക്ക് നീ ടൈം കൊടുക്കുക, അവളോടൊപ്പം നീ ടൈം സ്പെൻഡ് ചെയ്യുക, വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവളെ നീ ആ ഒരു സൈഡിൽ നിർത്ത്. നിൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ പ്രയോറിറ്റി അതല്ല. നിൻ്റെ പാരൻസിനെ നിനക്ക് നോക്കാൻ പറ്റണം. നിൻ്റെ ലൈഫിൽ നിനക്കുള്ള ആ ഒരു ലക്ഷ്യങ്ങൾ അത് നിനക്ക് നിൻ്റെ പുറകെ നടന്ന് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. നിൻ്റെ ഗോൾസ് എന്താണോ, നിൻ്റെ ലൈഫ് എന്താണോ അതിനുവേണ്ടി നിനക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണം. ഈ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സൈഡിൽ അവൾക്ക് നീ ടൈം കൊടുക്കുക, അവൾക്ക് നീ ആ ഒരു കെയറോ എന്ത് കോപ്പാന്ന് വെച്ചാൽ നീ കൊടുക്കുക, അതൊക്കെ നിൻ്റെ ഇഷ്ടം, നിൻ്റെ റിലേഷൻഷിപ്പാണ്, നീ മാനേജ് ചെയ്തു. പക്ഷേ അതാണെല്ലാം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തുവെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കാനാണെന്നുണ്ടെങ്കിൽ നീ വെറും വേസ്റ്റ് ആയിട്ടാണ് കിടക്കാൻ പോകുന്നത്. അവളൊരു മെസ്സേജ് ഇടുന്ന നോക്കി കാത്തിരുന്ന് ഇടുമ്പോൾ തന്നെ 1 സെക്കൻഡ് പോലും റിപ്ലൈ ഇട്ട് എന്നിട്ട് അടുത്തതിനും നോക്കി മറ്റേ പട്ടി നാക്ക് നീട്ടിയിരിക്കുന്ന കണക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു അർത്ഥവും ഇല്ല ഇതിന്. നീ ജസ്റ്റ് വെറും വാണമായിട്ട് അവളെ നിൽക്കുന്നത്. ഒരു പെണ്ണാണ് ലൈഫിൽ എല്ലാം എന്നും പറഞ്ഞ് ജീവിക്കുന്നവൻ ലൈഫിലൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അത് മനസ്സിലാക്കാനുള്ള ആ ഒരു ബോധം ആദ്യം നിന്നെ മനസ്സിലുണ്ടാക്കും. അവൾ നാളെ നിന്നെ ഇട്ടിട്ട് പോകത്തില്ലെന്ന് ഒരു ഗ്യാരണ്ടി നിനക്കില്ല. അവൾ ചിലപ്പോൾ ഇത്രയും നാൾ നിന്നെ കണ്ട് ഇങ്ങനെ ജിമ്മിൽ പോകുന്നതിന് ഇഷ്ടമില്ല, ആ മസിലുള്ളവന് ഇഷ്ടമില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിൻ്റെ ഒപ്പം നടക്കും.
അടുത്ത ദിവസം നിന്നേക്കാളും കാശുള്ള ഒരുത്തൻ, നിന്നേക്കാളും കാണാൻ കൊള്ളാവുന്ന ഒരുത്തൻ, നിന്നേക്കാളും നല്ലൊരുത്തനെ കണ്ടു കഴിഞ്ഞാൽ അന്ന് തന്നെ അവൾ കളഞ്ഞിട്ട് അവൻ്റെ ഒപ്പം കയറി പോകില്ലെന്ന് ഒരു ഗ്യാരണ്ടി നിനക്ക് അവിടെ ഇല്ല. ഇത് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി നാൾ കഴിഞ്ഞ് അവനെ തേച്ചിട്ട് വേറൊരുത്തനുമ്പം പോകുമെന്ന് അവനും ഒരു ഗ്യാരണ്ടി ഇല്ല. അതായത് ഇന്നുണ്ട് നാളെ ഉണ്ടാകുമോ എന്നുള്ളൊരു ഗ്യാരണ്ടി ഇല്ലാത്ത സാധനത്തിന് വേണ്ടി നീ നിൻ്റെ ലൈഫ് മൊത്തമേ സാക്രിഫൈസ് ചെയ്ത് കിടക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നൊരു കാര്യമായിരിക്കും ഇത്. എൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ നിന്നെ ഇട്ടിട്ട് പോയതുകൊണ്ടായിരിക്കത്തില്ല നീ റിഗ്രറ്റ് ചെയ്യുന്നത്. ആ ഒരു സാധനത്തിന് വേണ്ടി നീ അത്രയും ടൈം വേസ്റ്റ് ചെയ്തല്ലോ. അങ്ങനെ ആ ഒരു ഗ്യാരണ്ടീഡ് അല്ലാത്ത സാധനത്തിന് വേണ്ടി ഞാൻ എൻ്റെ അത്ര എനർജി കളഞ്ഞു, എൻ്റെ അത്രയും ടൈം കളഞ്ഞു, ഞാൻ എൻ്റെ പ്രയോറിറ്റീസ് വരെ സാക്രിഫൈസ് ചെയ്ത്, എൻ്റെ ഫാമിലീനെ വരെ ഞാൻ സാക്രിഫൈസ് ചെയ്ത് അവൾക്ക് വേണ്ടി ഞാൻ ആ ഒരു ഇതെല്ലാം കൊടുത്തു. അതോർത്തായിരിക്കും നീ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈവൻ ഇഫ് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ജസ്റ്റ് ഒരു ഗേൾ ഫ്രണ്ട് വന്നപ്പോഴത്തേക്കും നീ നിൻ്റെ ആ ഒരു ആൺ കൂട്ടുകാരന്മാർ, അതായത് നിൻ്റെ ആ ഒരു മെയിൽ ഫ്രണ്ട്സ്, നിൻ്റെ ആ ഒരു ഏറ്റവും അടുത്ത കുറച്ച് കൂട്ടുകാർ, ആ ഒരു ഗ്യാങ് ഉണ്ടാകും. അവന്മാരുടെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്ന ടൈമെല്ലാം കുറച്ച് ഇവൾക്ക് വേണ്ടി കൂടുതൽ ടൈം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒറ്റ കാര്യം ഓർത്തു, നാളെ നിനക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നീ വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരാൻ വേണ്ടിയിട്ട് ഇവന്മാരെ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. നിൻ്റെ ഈ പറഞ്ഞ ഗേൾ ഫ്രണ്ടോ വേറൊരുത്തിയും വരാൻ പോകുന്നില്ല അതിന്. അവൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ജസ്റ്റ് യൂസ് ചെയ്യാനുള്ളൊരു സാധനം മാത്രമാണ്. ഈ ഇപ്പോൾ പറയുമ്പോഴത്തേക്കും കുറേ ഉണ്ടാകും, എനിക്കറിയാം. എടാ ആത്മാർത്ഥമായിട്ടുള്ളവരുണ്ടോ, നീ എല്ലാവരും ഇങ്ങനെ പറയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ ആത്മാർത്ഥമായിട്ടുള്ള ഏതാ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ആത്മാർത്ഥമായിട്ടുള്ള പെൺപിള്ളേരെന്ന് പറയുന്നത് നോക്കി ഞാനും സമ്മതിച്ചു, അങ്ങനത്തെ ഉണ്ട്. 1%, 100-ൽ 1% മാത്രം ഉണ്ടാകും. ബാക്കി 99% ഈ പറഞ്ഞ പോലെ അവരാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിൻ്റെ ഒപ്പം നടക്കുന്ന കൂട്ടങ്ങളാണ്. ആൻഡ് ഈ പറഞ്ഞ ആ ഒരു ടോപ്പ് 1% നിൽക്കുന്ന പെണ്ണെ നിനക്ക് കിട്ടുമെന്ന് എന്തെങ്കിലും ഉറപ്പ് നിനക്കുണ്ടോ? ലൈഫിലൊന്നുമല്ലാതെ ഏതെങ്കിലും ഒരുത്തി വന്നു കഴിയുമ്പോഴത്തേക്കും സ്വന്തം ലക്ഷ്യങ്ങളെല്ലാം മാറ്റി വെച്ച് നിൻ്റെ കൂട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം സാക്രിഫൈസ് ചെയ്ത് അവളുടെ പുറകെ തെണ്ടി നടക്കുന്ന നിന്നെപ്പോലൊരു വാണത്തിന് ആ ഒരു ടോപ്പ് 1% നിൽക്കുന്നൊരു പെണ്ണെ കിട്ടുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. ആ ഒരു ടോപ്പ് 1% വിമൻ എന്ന് പറയുന്നത് അവർ ഏറ്റവും ടോപ്പ് വാല്യൂ ഉള്ള, അത് അവൾമാർക്കറിയാം അവൾമാരുടെ ലൈഫിൽ എങ്ങനത്തെ ആമ്പിള്ളേരാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്, എങ്ങനത്തെ ആണുങ്ങളാണ് അവളുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടതെന്നുള്ളത്. നിന്നെപ്പോലെ ഒരു ലക്ഷ്യമില്ലാതെ ഒരു ബോധമില്ലാതെ ജസ്റ്റ് പെണ്ണാണ് ജീവിതം എന്നും പറഞ്ഞ് നടക്കുന്ന ഒരുത്തനെ അവളെ കിട്ടാൻ പോകുന്നില്ല. മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാക്കുക. നിനക്ക് നിൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പ് ലെവലിൽ ചിന്തിക്കുക. നീ പറയുന്ന ഈ ഒരു പെണ്ണ് സാധനം എന്നൊക്കെ പറയുന്നത് നീ ജസ്റ്റ് നിൻ്റെ ലൈഫ് ബിൽഡ് ചെയ്യുന്ന സമയത്ത്, നീ നിന്നെ തന്നെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിനക്ക് ഇങ്ങോട്ട് കിട്ടുന്നൊരിതാണ്. അല്ലാതെ നീ അതിൻ്റെ പുറകെ പോയിട്ട് അതാണ് എല്ലാമെന്നും പറഞ്ഞു പോയാൽ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല.